അവസ്ഥ ഇനി ഒരു തള്ളക്കും വരും. 40 ദിവസത്തെ പ്രതി, 40 കൊല്ലത്തെ പ്രതിയായിരുന്നു എൻ്റെ മോള് പുറത്ത്. അസ്സലാമു അലൈക്കും. ആലപ്പുഴ പുന്നപ്ര വലിയ പറമ്പിൽ നൗഫൽ മൻസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അതിദാരുണമായ ഒരു സംഭവം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. മുഹമ്മദ് നൗഫൽ എന്ന് പറയുന്ന യുവാവിൻ്റെ ഭാര്യ ഫാത്തിമ എന്ന് പറയുന്ന 19 വയസ്സ് മാത്രം പ്രായമുള്ള യുവതി അവരുടെ വീട്ടിലേക്ക് ഈ ബക്രീദ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് താമസിക്കാൻ പോയ സമയത്ത് തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന അതിദാരുണമായ ഒരു സംഭവം നാട്ടിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. സംഭവം നടക്കുന്ന സമയത്ത് ഈ സഹോദരി വളരെ സങ്കടം തോന്നി. 39 ദിവസമാണ് ഒന്നിച്ച് ജീവിച്ചത്. വയറ്റിൽ കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു, അവർ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് കൂടി കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സംഭവത്തിൻ്റെ കാഠിന്യം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പല പ്രാവശ്യം എൻ്റെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ സ്ത്രീധനം ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ പെണ്ണ് കൊടുക്കുക തന്നെ ചെയ്യരുത്. കാരണം അവർക്കാവശ്യം നിങ്ങളുടെ കുട്ടിയല്ല, അവർക്കാവശ്യം പൊന്നാണ്, അല്ലെങ്കിൽ പണമാണ്, അല്ലെങ്കിൽ കാറാണ്. അത്യന്തം ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു വരുന്ന ആൾക്കാരെ അകറ്റി നിർത്തുക നമ്മൾ തന്നെ ചെയ്യണം. അല്ലാതെ നമ്മുടെ കുട്ടികളുടെ ജീവൻ ഒരിക്കലും സേഫായിരിക്കുകയില്ല എന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ സഹോദരി ഏകദേശം നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1.5 മാസം കഷ്ടിച്ച് 38 39 ദിവസം മാത്രമേ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ അവർ തുടങ്ങി എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അവരുടെ കുടുംബക്കാരുടെ മുന്നിൽ വെച്ച് ഈ സഹോദരി കൊണ്ടുവന്ന പൊന്നുകളൊന്നും തന്നെ സ്വർണ്ണമല്ല എന്നും ഇത് മുക്കുവണ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കുടുംബക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഉരച്ചു നോക്കിയിട്ട് പോലും ഈ സഹോദരിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഉമ്മയടക്കം അതുപോലെ തന്നെ സഹോദരി അടക്കം ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടവർ തീർച്ചയായിട്ടും ഇപ്പോൾ ആലപ്പുഴ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഉമ്മയുടെ പേര് റുമൈലത്ത് എന്നാണ്, അതുപോലെ തന്നെ സഹോദരിയുടെ പേര് ഭീമ എന്നാണ്. ഇവരെയും കൂടി പ്രതി ചേർത്ത് തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു മോശപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുട്ടിക്ക് മുടി കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കമ്പനിക്കാരുടെ മുമ്പിൽ വെച്ച് കുടുംബക്കാരുടെ മുന്നിൽ വെച്ച് ഈ സഹോദരിയെ എത്രയൊക്കെ കളിയാക്കാൻ വേണ്ടി പറ്റുമോ അത്രയൊക്കെ കളിയാക്കി ആ സഹോദരിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ മോശകരമാക്കി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? കാരണം ഈ മുടിയുണ്ടോ ഇല്ലയോ നിങ്ങൾ തീർച്ചയായിട്ടും കല്യാണം കഴിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ പെങ്ങന്മാരെയോ നിങ്ങളുടെ കുടുംബക്കാരെയോ ആരെയോ വിട്ടു പോയി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കല്യാണത്തിലേക്ക് പോവുക. അല്ലാതെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് കുട്ടിയുടെ വയറ്റിലൊരു കുട്ടിയുമാക്കിയതിന് ശേഷം കുട്ടിക്ക് മുടി കുറവാണ്, തന്ന പൊന്ന് മുക്ക് പണ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽപ്പെട്ട ഓരോ വൃത്തികേടുകൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സഹോദരിക്കും സഹിക്കാൻ വേണ്ടി സാധിക്കില്ല. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സഹോദരിക്ക് 19 വയസ്സാണ് പ്രായം. കുട്ടികൾക്ക് ഒരു 22 23 വയസ്സാകുന്നതുവരെ ദയവ് ചെയ്ത് നിങ്ങളൊക്കെ അവരെ പഠിക്കാനും അവരെ സ്വയം കാലിൽ നിൽക്കാനുമുള്ള പ്രാപ്തിയാകുന്നതുവരെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കാതിരിക്കുക. അങ്ങനെ പറഞ്ഞയച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്കൊരു പക്വതക്കുറവിൻ്റെ പ്രശ്നവും ഉണ്ടാകും. അതുപോലെ തന്നെ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് ദ്രുതഗതിയിൽ എടുക്കുന്ന തീരുമാനങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിൽപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഏതായാലും ഈ കുടുംബം ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഉമ്മയടക്കമുള്ള കുടുംബക്കാർക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സ്വർണം കുറഞ്ഞു പോയെന്ന് അവർ പറഞ്ഞു. നമ്മൾ അവരെ സ്വർണ്ണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു. സ്വർണ്ണം ഇനിയും മേടിച്ചിട്ട് കൊടുക്കണമെന്ന് ഞങ്ങൾ ഉമ്മയെ വിളിച്ച് പറഞ്ഞു. നമ്മൾ ഞങ്ങളുടെ അവസ്ഥയും ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അവരോട് പറഞ്ഞതാണ്. കുഞ്ഞിനെ മുടി കുറവാണെന്നും പറഞ്ഞ് കുഞ്ഞിനെ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് മോശപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് തന്നെ. ആ കുഞ്ഞോട് കാണിച്ചതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറൊന്നുമില്ല. നീതി, ആത്മാർത്ഥ നീതി ഞങ്ങൾക്ക് കിട്ടണം. ഒരു കുഞ്ഞിനും ആ ഒരു അവസ്ഥ വരാൻ പറ്റാത്ത രീതിയിലുള്ള വീടാണ്. ആ ഒരു വോയിസ് കേട്ടാൽ, അത് പൊട്ടിക്കരയത് കേട്ടാലുള്ള വോയിസ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റാത്തുള്ള വിടണം. അല്ലെങ്കിൽ ഇത്രയും 39 ദിവസമായിട്ട് ഒരു കൊച്ചു ഇങ്ങനെ ചെയ്യത്തില്ല. അവൻ നമ്മളോട് പച്ചക്കള്ളം പറയുന്നത് കടയുണ്ടെന്നും പറഞ്ഞാണ് നമ്മളോട് വിട്ട. കടയിലെ സ്റ്റാഫായിരുന്നു. എൻ്റെ മോക്ക് വന്ന അവസ്ഥ ഇനി ഒരു തള്ളക്കും വരും. 40 ദിവസത്തെ പ്രതി, 40 കൊല്ലത്തെ പ്രതിയായിരുന്നു എൻ്റെ മോള് പുറത്ത്. നമ്മുടെ കാഴ്ചപ്പാടിൽ അവൾ വേറൊരു രീതിയിലും പോകുന്ന കുഞ്ഞല്ല. പക്ഷെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അതുവരെ ആ കുഞ്ഞിനെ കേൾക്കേണ്ടി വന്നു. പിന്നെ 2 ആഴ്ചയായുള്ള അത് ഗർഭം ധരിച്ചിട്ട്. പക്ഷെ അവർ പറയും അവര് ആ കുഞ്ഞിനെ അലസിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവർ നോക്കി. അവളവിടെ ശരിക്കും മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അവൾ പെരുന്നാളിൻ്റെ അന്ന് വൈകിട്ട് ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ വിശദമായിട്ട് ഇവരോട് പറഞ്ഞ് കുറച്ചൊക്കെ മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങൾ കേട്ടു കാണും, കഴിഞ്ഞ ഏപ്രിൽ 19-ാം തീയതിയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അതുപോലെ തന്നെ മെയ് 28-ാം തീയതിയാണ് ഇവരുടെ മരണം സംഭവിച്ചത്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 38 39 ദിവസം മാത്രമേ അവരുടെ ദാമ്പത്യം നീണ്ടു നിന്നിരുന്നുള്ളൂ. പാനൂരിലെ സ്വന്തം വീട്ടിലേക്ക് ഈ ബക്രീദ് ദിനത്തിൽ
വീട് കൂടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഈ സഹോദരിയായ ഈ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി. ആ ഒരു സമയത്താണ് മുഹമ്മദ് നൗഫലിന് ഒരു ഫോൺ വരുന്നു. ആ ഫോൺ എടുത്തത് ശേഷം മുഹമ്മദ് നൗഫൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതിനുശേഷം ഈ സഹോദരി അങ്ങോട്ട് വിളിച്ചിട്ടൊന്നും മുഹമ്മദ് നൗഫൽ എന്ന് പറയുന്ന വ്യക്തി ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം ആ ഫോണിലേക്ക് ഒറ്റ കോൾ മാത്രമേ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് പിന്നെ വന്നിട്ടുള്ളൂ. ആ കോൾ എടുത്തതിന് ശേഷം അതിൻ്റെ പിന്നാലെ തന്നെ ഈ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി മരണപ്പെടുകയും ചെയ്തു എന്നാണ് വീട്ടുകാർ പറയുന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് വളരെ വേണ്ടാത്ത, ആ സഹോദരിക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നൗഫൽ തീർച്ചയായിട്ടും ഫോൺ ചെയ്ത് പറഞ്ഞു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ മുന്നേ നൗഫലിൻ്റെ പരസ്ത്രീ ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നൗഫലിൻ്റെ വീട്ടിൽ ഉണ്ടായ സമയത്ത് ഈ സഹോദരി അത് ചോദ്യം ചെയ്ത സമയത്ത് ഇവരെ വീട്ടിൻ്റെ പുറത്താക്കി വാതിലടിക്കുകയാണ് നൗഫൽ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ ചെയ്തത് എന്നുകൂടി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നുണ്ട്. ഏതായാലും എത്രമാത്രം ഇതിൽ സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് തൃക്കുന്നത്തറ പോലീസിൽ ഏതായാലും ഇവരുടെ ഫാമിലി ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ശക്തമായ ഒരു നിഷ്പക്ഷ അന്വേഷണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട മരണങ്ങൾ ഒരുപാട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നു. കുട്ടികളുടെ പ്രായം എന്നൊക്കെ പറയുന്നത് 18, 19 ആ ഒരു ഏജാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് തീർച്ചയായിട്ടും അവരുടെ ഒരു പക്വതയിലേക്ക് എത്തട്ടെ. അവരുടെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവട്ടെ. അതിനുശേഷം നിങ്ങൾ കല്യാണം ആലോചിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ തിടുക്കം പിടിച്ച് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങളും ആഭരണങ്ങളും അല്ലെങ്കിൽ പറമ്പുകളും എല്ലാം വിറ്റ് ഇവർക്ക് കൊടുത്ത് കല്യാണം കഴിച്ച് പറഞ്ഞയച്ച് കഴിഞ്ഞാൽ നാളെ ഇവർക്ക് ഇനിയും കിട്ടുമെന്നോ അല്ലെങ്കിൽ കിട്ടിയത് പോരാ എന്നൊക്കെ തോന്നും. അത്തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽപ്പെട്ട വലിയ ഒരു പ്രശ്നത്തിലേക്ക് വീണെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും മാതാപിതാക്കൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ കവർ പടച്ച തമ്പുരാൻ വിശാലമാക്കി കൊടുക്കട്ടെ. തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പുറത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽപ്പെട്ട ഓരോ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ആവർത്തിക്കാതിരിക്കാൻ ഇനിയെങ്കിലും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. അല്ലാത്ത കാലത്തോളം ഇനിയും ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.